കഴിഞ്ഞ 30 വർഷത്തെ വിവിധ PSC പരീക്ഷകളിൽ ആവർത്തിച്ചവ ഉൾപ്പെടെയുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി, ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരം കലിംഗ പ്രൈസ്. തിരുവനന്തപുരം സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ശ്രീ മൂലം തിരുനാൾ. പഞ്ചാബിലെ ഭൂ ഉടമകളുടെ താൽപര്യ സംരക്ഷണത്തിനായി രൂപം നൽകിയ പാർട്ടി യൂണിയനിസ്റ്റ് പാർട്ടി. 1857 കലാപത്തിന് ബറോട്ടിൽ നേതൃത്വം നൽകിയത് ഷാമാൽ. നിലമ്പൂരിൽ തേക്ക് പ്ലാന്റേഷൻ ആരംഭിച്ച വർഷം 1842. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് അലഹബാദ്. ജോസ് മറിയ കോർഡോവ ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? കൊളംബിയ. ഉപ്പ് രചിച്ചതാര്? ONV കുറുപ്പ്. ഏത് നദിയാണ് തലയാർ എന്നും അറിയപ്പെടുന്നത്? പാമ്പാർ. കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി. ചന്തുമേനോന്റെ ശാരദ ചിത്രീകരിക്കുന്നത് വ്യവഹാരത്തിനോടുള്ള ഭ്രമം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി നെടുങ്കയം. കേരള നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടിയ ആദ്യ മുഖ്യമന്ത്രി C അച്യുതമേനോൻ. കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഗോവയിൽ വെച്ച് ആദ്യമായി മലയാളം അച്ചടിക്കുന്നതിന് ലിപികൾ തയ്യാറാക്കിയ സ്പാനിഷ് മിഷനറി ജോവാനസ് ഗോൺസാൽവസ്. തിരുവിതാംകൂറിൽ കൃഷിവകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ശ്രീ മൂലം തിരുനാൾ. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവൽക്കരണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 39D. മണ്ണിൻ്റെ മാറിൽ എന്ന നോവൽ എഴുതിയത് ചെറുകാട്. 1958 കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തതാണ് ജവഹർലാൽ നെഹ്റു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറി ജനറൽ, ലോകസഭ, രാജ്യസഭ. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം സദാരമ. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെട്ടത് PK നാരായണപിള്ള. സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ ഭൂപരിധിയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 141. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗവേൺസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം ഇൻഫർമേഷൻ കേരള മിഷൻ. പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. പതിവ് കണക്ക് എന്ന പേരിൽ തിരുവിതാംകൂറിൽ വാർഷിക ബജറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ചത് മാർത്താണ്ഡവർമ്മ. പ്രാചീന സർവകലാശാലയായ കാന്തല്ലൂർ ശാല സ്ഥിതി ചെയ്തിരുന്നത് എവിടെ? തിരുവനന്തപുരം. എറണാകുളം ജില്ല രൂപം കൊണ്ട തീയതി 1958 ഏപ്രിൽ 1. CWRDM സ്ഥാപിതമായ വർഷം 1978. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ.
കോട്ടയം CMS കോളേജ് 1865 മലയാള നിഘണ്ടു പ്രസിദ്ധീകരിച്ചപ്പോൾ പ്രിൻസിപ്പൽ ആരായിരുന്നു? റിച്ചാർഡ് കോളിൻസ്. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചതാര്? M.R. ജയകർ. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബിൽ 2016 ലോക്സഭ പാസാക്കിയ തീയതി? 2016 ഡിസംബർ 16. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഇന്ത്യ ഗവൺമെൻറ്. പാർലമെൻറ്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം? 11 മണി. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി സ്വന്തം വിധിയോ ഉത്തരവോ പുനഃപരിശോധിക്കുന്നത്? 137. പ്രസിഡന്റിന് ഒരു മന്ത്രിസഭാംഗത്തെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം. ഏത് വർഷമാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്ത രൂപവത്കൃതമായത്? 1971. ഈ ഗവേൺസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം? അക്ഷയ കേന്ദ്രങ്ങൾ. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി? ഗുരുപാദസ്വാമി കമ്മിറ്റി. ഇന്ത്യൻ പീനൽ കോഡ് ബാധകമല്ലാത്ത സംസ്ഥാനം? ജമ്മു കാശ്മീർ. ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പാസാക്കിയത്? 2000. ക്രയോജനിക് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കുറഞ്ഞ ഊഷ്മാവ്. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. വിറ്റാമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ? ഫോളിക് ആസിഡ്. ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം? ത്വക്ക്. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ? എഡ്വേർഡ് സ്വാസ്. ലോക്സഭയുടെ മുൻഗാമി? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? 239 AA. IUCN എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം? സ്വിറ്റ്സർലാൻഡ്. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം? കൺജക്റ്റിവൈറ്റിസ്. സൂര്യാസ്തമയത്തിനു ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത്? ഭൗമവികിരണം. ഓർഗൻ ഓഫ് കോട്ടി എന്നത് ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? ചെവി. അന്നപഥത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ K. അക്രോമെഗലി എന്ന വൈകല്യം ഏത് ഹോർമോണിൻ്റെ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്നു? സൊമാറ്റോട്രോപിൻ. സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം? ഇമ്പൾസ് 2. വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുതി വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥം? മെർക്കുറി. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ സിവിൽ സർവീസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ? ക്യാബിനറ്റ് സെക്രട്ടറി. ലക്കഡ്വാല കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാരിദ്ര്യരേഖ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ? ആർട്ടിക്കിൾ 245, 263. ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ്? 120A.
ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം 1994. DNA തന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? യുറാസിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മൗസിൻഡം ഏതിൽ ഉൾപ്പെടുന്നു? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്ലൈമറ്റ്. വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിര ഏത്? പശ്ചിമഘട്ടം. കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? എക്കൽ മണ്ണ്. സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ്? കോയമ്പത്തൂർ. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം? ചിൽക്ക തടാകം. പോസ്കോ നിയമം എന്നാൽ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര്? ഗോണ്ട്വാനാലാൻഡ്. താരാഹാരം ആരുടെ രചനയാണ്? ഉള്ളൂർ. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം? ഉൽപാദനം. ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാവുന്നത് ഏത് കാരണമാണ്? ആഴ്സനിക്. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? വീൽ ബാരോ. എന്ത് കണ്ടെത്താനാണ് ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്? റേഡിയേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. അതുമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.